ഇന്നത്തെ ഒരു കിടിക്കാച്ചി നോമിനേഷൻ ആയിരുന്നു. ബിഗ് ബോസ് ആണെങ്കിൽ ഒരു വലിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തത് ഇങ്ങനെയാണ്. ഇവിടെ കുറെ സേഫ് കളിക്കാരില്ലേ, അവരെയൊക്കെ ഒന്ന് തകർക്കണ്ടേ, ഇവിടെ കുറെ പേര് ഹീറോയിനൊക്കെ ആകാൻ ശ്രമിക്കുന്നില്ലേ, ഒരു കാരണവുമില്ലാതെ അങ്ങനെ ആകുന്നവരെ നമുക്ക് പിടിച്ച് താഴെയിടണ്ടേ, പിന്നെ അതുപോലെ വേറെ ചിലരൊക്കെ ക്യാമറയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കിടന്ന് അലറി ബഹളം വെക്കുന്നില്ലേ, അവരെയൊക്കെ ഒന്ന് നമുക്കൊന്ന് നിലയ്ക്ക് നിർത്തേണ്ടേ. ഇങ്ങനെ കുറേ നല്ല നല്ല അടിപൊളി ഡയലോഗുകളൊക്കെ ബിഗ് ബോസ് പറഞ്ഞു. പക്ഷെ ബിഗ് ബോസിന്റെ ആ പഴയ ശബ്ദം മാറിയതിന്റെ ഒരു പോരായ്മ എനിക്ക് ഇന്നൊന്ന് ഫീൽ ചെയ്തു. അത് കാരണം വെച്ചാൽ പഴയ വോയിസിൽ ഇതൊക്കെ കേട്ടിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നെന്ന് തോന്നി. ഇപ്പോഴത്തെ വോയിസ് ബോറാണെന്നൊന്നും പറയുന്നില്ല, ഇപ്പോഴത്തെ വോയിസ് ഒക്കെ നല്ലതാണ്. ബിഗ് ബോസ് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. പകരം ലാലേട്ടൻ കുറച്ച് കലിപ്പാകുമെന്ന് കരുതിയതാണ്. പക്ഷേ ഇന്നലത്തെ ഈ 2 എപ്പിസോഡിൽ ലാലേട്ടൻ ഒട്ടും തന്നെ കലിപ്പായിരുന്നില്ല. മോനെ എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു സംസാരമൊക്കെ തന്നെയായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ നമുക്ക് നേരെ നോമിനേഷന്റെ ആ ഒരു സീരിയസ്നെസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വിളിച്ചത് ഷാരികയാണ്. ഷാരിക ഇപ്പോഴും ആ ഒരു അനുമോളിനെ ചുറ്റിപ്പറ്റിയുള്ള നോമിനേഷനാണ് ഇപ്പോഴും ഷാരികയ്ക്കുള്ളത്. അനുമോൾ ഒരു സേഫ് ഗെയിമർ ആണെന്ന് സ്റ്റിൽ ഷാരിക പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്ന് മാറി നിന്നപ്പോൾ അനുമോൾ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഷാരിക അറിഞ്ഞിട്ടില്ല. പിന്നെ അനുമോൾ ഒരു ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും ഷാരികയുടെ ഈ ഒരു നോമിനേഷൻ എനിക്ക് ഒട്ടും തന്നെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഏതായാലും അനുമോളിനെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഷൈത്യക്ക് തീരെ പൊട്ടൻഷ്യൽ ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ ഷാരിക പറയുന്നത്. അപ്പോൾ ഷാരികയെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അവിടെ പുറത്ത് ഹോട്ട് സീറ്റ് കളിച്ച് നടന്ന അതേ ഷാരിക ഇപ്പോൾ അകത്ത് വന്ന് വീണ്ടും ഹോട്ട് സീറ്റ് കളിച്ച് വീണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ബിഗ് ബോസിനകത്ത് വന്നിരുന്ന് ഹോട്ട് സീറ്റ് കളിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ആ ഒരു പരിപാടിക്ക് ഭയങ്കര പ്രൊമോഷൻ കൊടുക്കുകയാണ് ഷാരിക ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാരിക ആദ്യം പറഞ്ഞത് അനുമോള് ഷൈത്യ, പിന്നെ അനുമോളിനെ വിളിച്ചു. അനുമോള് പറഞ്ഞെന്ന് പറയുന്നത് അക്ബറിന്റെ പേരാണ്. അക്ബറും ജിസേലുമാണ്. അക്ബറിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ വെറുതെ വഴക്കടിക്കുകയാണ്. വന്ന അന്ന് മുതൽ അക്ബർ തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ അനുമോൾ പറഞ്ഞു. അതൊരു തരത്തിൽ പറഞ്ഞ സത്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം അനുമോൾ രണ്ടാമതായിട്ട് പറഞ്ഞ പേര് ജിസേലാണ്. ജിസേലിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നു. വീണ്ടും അനുമോൾ അവിടെ നിന്ന് അങ്ങ് കരഞ്ഞു മെഴുകുകയാണ്. എന്നെ പേരും കള്ളി എന്ന് വിളിച്ചു, ചപ്പാത്തി കള്ളി എന്നുള്ള പേര് റെന ഇപ്പോൾ വിളിച്ചു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബിഗ് ബോസിന്റെ മുമ്പിൽ അനുമോൾ കരഞ്ഞു. മറ്റാരും ഇത്രയും കരയുന്നില്ല കേട്ടോ. അനുമോളുടെ ആ കരച്ചിൽ കുറച്ചൊന്ന് കുറയ്ക്കുന്നത് എന്തുകൊണ്ടും അനുമോൾക്ക് നല്ലതാണ്. നല്ലൊരു ഗെയിമറാണ് അനുമോൾ, പക്ഷേ ഈ കരച്ചിൽ അത്ര നല്ലതല്ല. അടുത്തത് അഭിലാഷ് ആയിരുന്നു. അഭിലാഷ് പറഞ്ഞത് ശരത്തപ്പാനിയുടെ പേരും പിന്നെ സരികയുടെ പേരുമാണ്. അപ്പം ശരത്തപ്പാനിയെ കുറിച്ച് പറഞ്ഞത് ഓഫ് കോഴ്സ് ഒരു മിഡ് വീക്ക് എവിക്ഷന് ഒരു കള്ളക്കളി കളിച്ചിട്ടുണ്ട് ശരത്ത്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ആ ഒരു ഗ്രൂപ്പിസം അതുകൊണ്ട് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സരികയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ സെയിം ഈ അപ്പാനിയുടെയും അക്ബറിന്റെയും ആ ഒരു ഗ്രൂപ്പിസത്തിലേക്ക് കലാഭവൻ സരികയും ചെന്ന് കയറുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് നിലപാടുകളൊന്നും അവർക്കില്ല എന്നാണ് അഭിലാഷ് പറഞ്ഞത്. പിന്നെ റെന ഫാത്തിമ ശരിക്കും പറഞ്ഞാൽ അനുമോളെ പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ പറഞ്ഞില്ല. ഷാരികേനെ പറഞ്ഞു, അതുപോലെ ശൈത്യനെ പറഞ്ഞു. കൂട്ടത്തിൽ നല്ലൊരു നോമിനേഷൻ കൊടുത്തത് റെനയാണ് എന്നെനിക്ക് തോന്നി. റെനയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതായത് ഷാരികയെ പറഞ്ഞത് മിഡ് വീക്ക് സസ്പെൻഷന് ശേഷം ഷാരിക വന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, അനാവശ്യമായിട്ട് എല്ലായിടത്തും പോയി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് റെന പറഞ്ഞത് ഷാരികയെ കുറിച്ച്. പിന്നെ ശൈത്യയെ കുറിച്ച് പറഞ്ഞത് അനുമോളുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, അതായത് അനുമോളെ കൂട്ടുകൂടി നിന്നിട്ട് പിന്നെ മാറി നിന്ന് അനുമോളെ കുറ്റം പറയുന്നു എന്ന് റെന ഫാത്തിമ പറഞ്ഞു. അതെന്നെ ഭയങ്കരമായിട്ടും എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശൈത്യ ഇപ്പോഴും ആക്റ്റീവ് അല്ല എന്നൊരു കാരണം കൂടി നമ്മുടെ റെന ഫാത്തിമ പറഞ്ഞു. ശരിക്കും റെന ഫാത്തിമയുടെ നോമിനേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അക്ബർ പറഞ്ഞത് ഷാരികേനെയാണ്. അതായത് ഒന്നിലും ഒന്ന് ഉറച്ചു നിൽക്കുന്നില്ല. മറ്റേ ലൈവ് സ്റ്റോറി പറഞ്ഞ സമയത്ത് അനീഷ് കയറി ഇടപെട്ടപ്പോൾ അതിനകത്ത് ചോദ്യം ചെയ്യാൻ പോയതാണ് അക്ബറൊക്കെ. പക്ഷെ ലാലേട്ടൻ വന്ന് അനീഷിന് പുറത്തെന്തോ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഷാരിക അനീഷിനൊപ്പം ചാടി എന്നുള്ള അഭിപ്രായമുണ്ട് അക്ബറിന്. അതൊരു ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അക്ബർ അത് നോമിനേഷനിൽ മാത്രമേ പറയുന്നതായിട്ട് കണ്ടോളൂ. പിന്നെ അക്ബർ പറഞ്ഞത് ഷാനവാസിന്റെ പേരാണ്. ഷാനവാസിനെ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ആര്യൻ ക്യാപ്റ്റൻ ആയപ്പോൾ രാത്രി തന്നെ ഇവർ ഈ കിച്ചൺ ടീമിനെയൊക്കെ തെരഞ്ഞെടുത്തു. അക്കൂട്ടത്തിൽ ഷാനവാസ് അടുത്തുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഷാനവാസ് അന്നേരം ഒന്നും പറയാതെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ തീരുമാനിച്ച ആ ഗ്രൂപ്പുകളൊന്നും തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല. ബിഗ് ബോസിന്റെ മുന്നിൽ വെച്ച് ബിഗ് ബോസ് പറയുമ്പോൾ വേണം അത് തീരുമാനിക്കാൻ എന്ന് ഷാനവാസ് പറഞ്ഞതിനെയാണ് അക്ബർ അവിടെ നോമിനേറ്റ് ചെയ്യാൻ കാരണമായിട്ട് പറഞ്ഞത്. പിന്നെ സരിക PG, അതായത് കലാഭവൻ സരിക ഉറപ്പായിട്ടും അനുമോളെ പറയും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അനുമോളെ തന്നെ പറഞ്ഞു. അതായത് ഒരു സീരിയസ്നെസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം നെവിനോടൊക്കെ ആണെങ്കിലും അത് അനുമോളുടെ ആ പെരുമാറ്റം സരികയ്ക്കൊരു പേടി ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം നെവിനുമായിട്ടൊരു അടി ഉണ്ടായിന്ന് വെച്ചോ, ഭയങ്കര ഉച്ചത്തിൽ അനുമോൾ ബഹളം വെച്ചു. തൊട്ടടുത്ത നിമിഷം സരിക പോയി നോക്കുമ്പോൾ
അനുമോള് നെവിനുമായിട്ട് കൂട്ടുകൂടി ഇരിക്കുകയാണ്, ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അനുമോൾക്ക് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും കൂട്ടുകൂടുകയും ചെയ്യും, വഴക്കടിക്കുകയും ചെയ്യും. പുറത്ത് അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ സരിക PG മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സരിക PG ഒരാളെ കൂടി നോമിനേറ്റ് ചെയ്തു, രേണു സുധിയെ. ശരിക്കും പറഞ്ഞാൽ രേണുവിനെ കൂടെ നിന്ന് ചതിച്ചതിന് തുല്യമായിപ്പോയി. രേണു ഒട്ടും ആക്റ്റീവ് അല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിലപാടുകൾ ഉണ്ടെങ്കിൽ മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ തന്നോട് മാത്രം പറയുന്നു, പബ്ലിക്കായിട്ട് പറയുന്നില്ല, ആക്റ്റീവ് അല്ല എന്നുള്ളൊരു റീസൺ പറഞ്ഞു. പിന്നെ ശരത്ത് പറഞ്ഞ നോമിനേഷനിൽ ഒരാളുടെ പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒനീലാണ്. ഒനീല് ശരിക്കും ഒരു മാസ്ക് ഇട്ട് പെരുമാറുന്നു. മറ്റുള്ളവരുടെ ഇടയിലേക്ക്, അതായത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒനീല് നോമിനേറ്റ് ചെയ്തു വരണം എന്ന് ശക്തമായിട്ട് ശരത്ത് പറഞ്ഞു. ആ നോമിനേഷൻ കൊള്ളാമായിരുന്നു. പിന്നെ ശൈത്യ ചെയ്യുന്ന ഒരു കള്ളത്തരം അത് അപ്പാനി കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതായത് അനുമോളുടെ കൂട്ടുകൂടി, അനുമോളുടെ വോട്ട് കൂടി ശൈത്യ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ച അത് എങ്ങനെയാണെന്ന് അറിയാമെന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ശരത്ത് അത് പ്ലാൻ ചെയ്ത് പറയുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ശൈത്യ ഇത്തവണ ഈ ഒരു നോമിനേഷൻ, അതായത് മീൻസ് ഈ ഒരു എവിക്ഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളൊക്കെ വോട്ട് ചെയ്യുമോ ശൈത്യക്ക്? കാരണം നമുക്കെല്ലാവർക്കും അറിയാം അനുമോളുടെ ഒരു സപ്പോർട്ട്, അനുമോളുടെ ഫാൻസിന്റെ ഒരു സപ്പോർട്ട് ശൈത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കട്ടപ്പ പോലെ ശൈത്യ ഇങ്ങനെ അനുമോളെ തിരിച്ചു കുത്തിയ ഒരു കഥ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ ആദില നൂറ ആദ്യം തന്നെ നെവിനെ പറഞ്ഞു, ഒട്ടും റെസ്പോൺസിബിൾ ഒന്നും അല്ല. അത് നല്ല കാര്യം. അത് നെവിൻ കുറച്ചുകൂടെ സീരിയസ് ആകാനുണ്ട്. ഇനിയും നെവിൻ നോമിനേഷനിൽ വരണം. പിന്നെ ഷാരിക കെ ബിയെ കുറിച്ചും ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാതെ അവിടെ ഇവിടെയും പോയി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഇല്ലാതെയാണ് ഷാരിക കെ ബി പോകുന്നത്. അതും കറക്റ്റ് ആയിരുന്നു. പിന്നെ നെവിൻ പറഞ്ഞതും ഷാരിക കെ ബിനെയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ മനസ്സിലായല്ലോ എല്ലാവർക്കും ഷാരിക കെ ബി ഒന്ന് പുറത്തു പോയാൽ കൊള്ളാമെന്നുണ്ട്. അത് നെവിൻ പറഞ്ഞ രീതി കുറച്ച് അടിപൊളിയായിരുന്നു. അതായത് ഷാരിക കെ ബി സെൽഫായിട്ട് തന്നെ പറയുന്നുണ്ട്, താൻ ആഷസിൽ നിന്ന് പുറത്തു വന്നിങ്ങനെ ഉയർന്നൊന്ന് ഫിനിക്സ് പക്ഷിയെ പോലെയാണെന്ന് പറയുന്നുണ്ട്. മറ്റേ മിഡ് വീക്ക് എവിക്ഷന് പുറത്തു പോയായിരുന്നല്ലോ, തിരിച്ച് വലിയ സംഭവമായിട്ടൊക്കെ വന്നു എന്ന് പറഞ്ഞു. തിരിച്ച് സെയിം ആ ഒരു മറ്റേ ഹോട്ട് സീറ്റ് പരിപാടി അവിടെ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ച് ഇവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒനിയിൽ പിന്നെയും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം നെവിൻ പറയുന്നത് ഈ റബ്ബർ വാല് കുടിച്ചു വന്ന ഫീനിക്സ് പക്ഷിയാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. നെവിൻ അത് ബിഗ് ബോസിനോട് പറയുന്ന ഒരു രീതി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നെവിൻ പറഞ്ഞത് അക്ബറിന്റെ പേരാണ്. അത് ഞാൻ കുറച്ച് ഷോക്കായി പോയി. പക്ഷെ പറഞ്ഞ കാരണം കറക്റ്റ് ആയിരുന്നു. അതായത് അക്ബർ എല്ലാ വിഷയത്തിലും പോയി ഇടപെടുന്നുണ്ട്. ഇടപെടുന്ന രീതി എന്ന് പറയുന്നത് എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന കണക്കാണ്. അക്ബർ അങ്ങനെയാണ്. ശരിക്കും അത് നെവിൻ പറഞ്ഞത് 100% ശരിയാണ്. പിന്നെ വിളിച്ചത് ജിസേലിനെയാണ്. ജിസേല് ഓഫ് കോഴ്സ് അനുമോളെ പറഞ്ഞു. പക്ഷേ അനുമോളെ പറഞ്ഞതിൽ ജിസേല് കണക്കാക്കുന്ന ഒരു കാരണം, എല്ലാ ആണുങ്ങളും മൊണ്ണകൾ എന്ന് പറഞ്ഞതല്ല, എല്ലാ ആണുങ്ങളും തൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് അത് ജിസേലിന് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. അനുമോൾ ആ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കും തോന്നി. കാരണം വെച്ചാൽ അതൊരു സ്ലട്ട് ഷെയിമിങ് ആണ്. അതായത് ജിസേലിനെ കുറേ അധികം സ്ലട്ട് ഷെയിം ചെയ്ത് അനുമോൾ സംസാരിച്ചു എന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഓക്കെ, എല്ലാ ആണുങ്ങളും മൊണ്ണകൾ എന്ന് പറഞ്ഞത് ഞാൻ ശരിയാക്കുന്നില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞത് ഒരു ശരിയായ പ്രയോഗമാണോ എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അതവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമുണ്ട്. ഈ ആണുങ്ങളൊക്കെ മൊണ്ണകളായി പോയോ എന്നൊരു തോന്നൽ നമുക്ക് വരും സ്വാഭാവികമായിട്ടും. തെറ്റോ ശരിയോ എന്നുള്ളതിനകത്ത് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഈ എല്ലാ ആണുങ്ങളും ജിസേലിന്റെ ബോയ് ഫ്രണ്ട് അത് തെറ്റിപ്പോയി. ജിസേൽ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. ജിസേലിന് ആകെ കൂടിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു അടുപ്പം അത് ആര്യനോട് മാത്രമാണ്. അല്ലാതെ അപ്പാനി അക്ബർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിലും ജിസേലിന് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ജിസേൽ റൂള് തെറ്റിച്ചത് തെറ്റ്. പിന്നെ അനുമോളെ കള്ളി എന്നൊക്കെ പറഞ്ഞതും ഈ പറഞ്ഞ അനുമോളിനെ കുറച്ച് ടാർഗറ്റ് ചെയ്തതും അത് ജിസേലിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി കൂടിയാണ്. ആ ജിസേൽ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് അനുമോളിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ജിസേലിനെ ഈ ബോയ് ഫ്രണ്ട് വിളിച്ചത് അനുമോൾ വന്ന് സോറി പറയണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ജിസേലിനോട് പറയണം. ഞാൻ ഇങ്ങനെ ഒരു ഇമോഷണലി ഇരുന്ന് സംസാരിച്ചപ്പോൾ ജിസേലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതാണ്. ആ പറഞ്ഞത് എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നു, സോറി എന്ന് പറയാൻ അനുമോള് ഒരു മാനസികാവസ്ഥ കാണിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ ജിസേൽ ആ ഒരു പറഞ്ഞതിനെ വെച്ചിട്ട് ജിസേൽ അനുമോളിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദില ആൻഡ് നൂറ, ഞാൻ കരുതി ശൈത്യയെ കൂടി പറയുമെന്ന്. പക്ഷെ ശൈത്യ ആ ഒരു ലാലേട്ടൻ പോയ രാത്രിയിൽ തന്നെ ലൈവിൽ കാണിക്കുന്നുണ്ട് ശൈത്യയും ജിസേലും തമ്മിലൊരു കോൺവെർസേഷൻ വന്നിട്ട് ശൈത്യ ഒറ്റയടിക്ക് മറുകണ്ഠം ചാടി അനുമോളെ ചതിച്ചു. പക്ഷേ അവിടെയും ആദിലയും നൂറയും ഈ അനുമോളുടെ കൂടെ ഒറ്റ നിലപാടിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ആദില ആൻഡ് നൂറ അവർ എലിമിനേറ്റ് ആകണം എന്ന് നമ്മുടെ ജിസേൽ പറയുന്നില്ല. പക്ഷെ അവർ ഈ പറയുന്ന ഒരു നോമിനേഷനിൽ വരണം, അവർക്ക് കുറച്ചുകൂടെ സീരിയസ്നെസ് വരണം എന്നാണ് ജിസേൽ പറഞ്ഞത്. സോ ജിസേലിൻ്റെ ഈ ഒരു നോമിനേഷൻ എനിക്ക് കുറച്ച് അപ്രിഷിയേറ്റബിൾ ആയിട്ട് തോന്നി.
അനുമോള് പറഞ്ഞതും നന്നായി, കാരണം പറഞ്ഞ റീസൺ പക്ക റീസൺ ഉണ്ട്, അതുകൊണ്ട് പറയാം. പിന്നെ ഷാനവാസ് പറഞ്ഞതും റെന ഫാത്തിമ നല്ലൊരു റീസൺ ആണ്. കിച്ചൺ ഇഷ്യൂവിന്റെ കാര്യം, പിന്നെ അതുപോലെ ഒനീലുമായിട്ട് അന്നൊരു ഇഷ്യൂ ഉണ്ടായതും റെന ഭയങ്കര ഒരു അലമ്പാണ്, അത് സത്യമാണ്, അതവിടെ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞത് അപ്പാനി ശരത്തിന്റെ കാര്യമാണ്. ഷാനവാസിന് അപ്പാനിയെ കുറിച്ച് നന്നായിട്ട് അറിയാം, വെറുതെ ബഹളം വെക്കുകയാണ്, ഒരു കാര്യവും ഇല്ലാതെ കടന്ന് ബഹളം വെച്ച് സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ നോമിനേഷൻ നടന്നതിൻ്റെ ഇടയിൽ കിച്ചണിൽ അടുപ്പത്ത് എന്തോ ഇരുന്ന് കരിയുന്നതായിട്ട് നമ്മുടെ ബിഗ് ബോസ് കണ്ടിട്ട് ഇടയ്ക്ക് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ കിച്ചണിന്റെ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കാനൊക്കെ എല്ലാവരും കിടന്ന് ഓടി. പിന്നെ അത് കഴിഞ്ഞിട്ട് രേണു സുധി ആയിരുന്നു വന്നത്. രേണു സുധി വളരെ സിമ്പിളായിട്ട് ഒറ്റ സെന്റൻസിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോയി. ശരത്ത് ഭയങ്കര ഒച്ചയിട്ടാണ് സംസാരിക്കുന്നത്, അത് ഒട്ടും നല്ലതല്ല. പിന്നെ ഒനിയിൽ ഇപ്പോഴും സ്റ്റിൽ ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് രേണു സുധി പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഇത്രയും മാത്രമേ പറഞ്ഞിട്ട് രേണു അങ്ങ് പോയി. പിന്നെ അനീഷിനെയാണ് വിളിച്ചത്. പക്ഷെ അനീഷ് പുറത്തെങ്ങും പറയാത്ത ഒരു വലിയ ഒരു അലിഗേഷൻ ബിന്നിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിന്നി ഒരു ഓവറായിട്ട് ഹൈജീനിക് നോക്കുന്ന ഒരാളാണ്. ഈവൻ അനീഷ് ബാത്റൂമിൽ പോകുമ്പോൾ ബിന്നി പിന്നാലെ വന്ന് കൂടെ ഫ്ലഷ് അടിച്ചോ, സൗണ്ട് കേട്ടില്ലല്ലോ എന്നൊക്കെ ബിന്നി ചോദിക്കുന്നത് അനീഷിന് ഭയങ്കരമായിട്ടും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റീസൺ പറഞ്ഞിട്ട് അനീഷ് നമ്മുടെ ബിന്നിനെ നോമിനേറ്റ് ചെയ്തു. പിന്നെ അനീഷ് പറഞ്ഞത് ശരത്തിന്റെ പേരാണ്. ഓഫ് കോഴ്സ് നല്ല കാര്യം, ശരത്തപ്പാനി ഭയങ്കര നമ്മുടെ ഈ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കുന്ന തരത്തിലാണ് ശരത്ത് തന്നോട് സംസാരിക്കുന്നതെന്നൊക്കെയാണ് അനീഷ് പറഞ്ഞത്. അത് നല്ലൊരു നോമിനേഷൻ പോയിന്റ് ആണ്. പിന്നെ ശൈത്യ പറഞ്ഞത് റെന ഫാത്തിമയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് താനും അതുപോലെ തന്നെ അനുമോളും. ശരിക്കും അനുമോള് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പേരിൽ റെന തന്നെ ചൊറിയാൻ വന്നു എന്നാണ് ഇവിടെ ശൈത്യ പറഞ്ഞത്. അവിടെയും ശൈത്യയെ അങ്ങ് ഒഴിവാക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ആദ്യത്തെ ആഴ്ച ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത സമയത്ത് ശൈത്യയ്ക്ക് നോമിനേഷൻ കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് ഓർമ്മയുണ്ടോ? ശൈത്യ ആ ചെയ്ത തെറ്റിനെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും തലയിലിട്ടിട്ട് ശൈത്യ അങ്ങ് ഒഴിഞ്ഞു മാറി. ഇപ്പോഴും ശൈത്യയുടെ ഒരു സ്വഭാവം ശരിക്കും പറഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ശൈത്യ അവിടുന്ന് ഒറ്റയ്ക്ക് അങ്ങ് സ്കൂട്ടാവുകയാണ്, കൂടെയുള്ളവരെ ചതിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ശൈത്യ പറഞ്ഞ നോമിനേഷൻ റെന ഫാത്തിമയുടെ പേരാണ്. പിന്നെ പറഞ്ഞത് അക്ബറിന്റെ കാര്യമാണ്. അതും എല്ലാവരും പറയുന്നത് പോലെ അക്ബർ ആവശ്യമില്ലാതെ ബഹളം വെക്കുന്നു, ഈ ഒരു റീസൺ പറഞ്ഞു. പിന്നെ വന്നത് ഒനീലാണ്. ഒനീൽ പറഞ്ഞത് കലാഭവൻ സരികയുടെ പേരാണ്. അത് ഈ ഒരു വേറൊരു കാര്യമുണ്ട്, അപ്പു ടുട്ടു എന്ന് പറഞ്ഞിട്ട് 2 കഥാപാത്രങ്ങളുണ്ട്. അപ്പാനി ശരത്തിനെയാണ് അപ്പു എന്ന് വിളിക്കുന്നത്, ടുട്ടു എന്ന് പറയുന്നത് അക്ബറാണ്. അപ്പൊ ഈ ഇവര് ഷാനവാസ്, അഭി അതുപോലെ ഒനീൽ, ഇവര് 3 പേരുമാണ് അപ്പു ടുട്ടു എന്നും പേര് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ ഇവരുടെ ഗ്യാങ്ങിനെ കളിയാക്കുന്നത്. അപ്പൊ ഈ ഗ്യാങ്ങിലേക്ക്, അപ്പു ടുട്ടു ഗ്യാങ്ങിലേക്ക് സരിക പോകുന്നു എന്നതാണ് ഒനീൽ പറഞ്ഞത്. ഇനി ഷാരിക കെ ബിനെയാണ് ഒനീൽ രണ്ടാമതായിട്ട് പറഞ്ഞത്. നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ്. അതായത് ബിന്നിയെ സെലക്ട് ചെയ്തായിരുന്നല്ലോ മിഡ് വീക്ക് എവിക്ഷന് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ആ ബിന്നി തന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതൊരു പ്രശ്നം ഉണ്ടാക്കിയത് ഒനീലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതൊരു കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ ഷാരിക ശരിക്കും പറഞ്ഞാൽ ആ ചെയ്തത് അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ വന്നത് ബിന്നിയാണ്. പക്ഷേ ഈ ഒനീൽ വരെ ബിന്നിക്ക് വേണ്ടിയിട്ട് ഷാരികയുടെ പേര് പറഞ്ഞപ്പോൾ ബിന്നി ഷാരികയെ പറഞ്ഞില്ല. പകരം സ്റ്റിൽ നൗ ബിന്നിക്ക് ഇപ്പോഴും പ്രശ്നമുള്ളത് ഒനീലിനോടാണ്. ആ അന്നത്തെ കിച്ചണിൽ ക്യാപ്റ്റൻ ആയിട്ടിരുന്നു, അത് നന്നായില്ല എന്നാണ് ഇപ്പോഴും ബിന്നി പറയുന്നത്. എനിക്ക് തോന്നുന്നു ബിന്നി ആ ആദ്യത്തെ ആഴ്ചയിൽ കളിച്ച കളിയിൽ നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ബിന്നി ഒട്ടും നന്നായിട്ട് കളിച്ചിട്ടില്ല. ഇപ്പം ആ അപ്പു ടുട്ടുവിൻ്റെ, അതായത് അക്ബറിൻ്റെയും അപ്പാനിയുടെയും ആ ഗ്രൂപ്പിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ബിന്നി മാറിയിട്ടുണ്ട്. പിന്നെ ബിന്നി പറഞ്ഞത് ശൈത്യയുടെ പേരാണ്. 2 ആഴ്ചയായിട്ടും ശൈത്യ ആക്റ്റീവ് അല്ല എന്നാണ് ബിന്നി പറഞ്ഞത്. പിന്നെ ഫൈനലി വന്നത് ആര്യനാണ്. ആര്യൻ പറഞ്ഞ പേരുകൾ അഭിലാഷിൻ്റെയും ഷാനവാസിൻ്റെയും പേരാണ്. ആര്യൻ ഷാനവാസിൻ്റെ പേര് പറയുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ശരി, ഷാനവാസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അഭിലാഷ് സേഫ് കളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസിന് വലിയ കാര്യമായിട്ടൊരു പേര് പറയുന്നുണ്ട്. അതായത് എല്ലാ പ്രശ്നങ്ങളും ഒക്കെ അങ്ങോട്ട് സോൾവ് ചെയ്തിട്ട് വലിയൊരു നന്മമരം അല്ലെങ്കിൽ ഒരു ഭയങ്കര അടിപൊളി പേഴ്സണാലിറ്റി ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഷാനവാസ് അത്ര അടിപൊളിയൊന്നും അല്ല എന്ന് ചില മണ്ടത്തരങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആര്യൻ ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ നോമിനേഷനിൽ ഷാരികയ്ക്കാണ് 5 നോമിനേഷൻ, 5 വോട്ട് വന്നിരിക്കുന്നത് ഷാരികയ്ക്കാണ്. 4 വോട്ടോടുകൂടി ശരത്തപ്പാനി, ശൈത്യ. അപ്പോൾ ശൈത്യ എന്തായാലും ഈ ഒരു എലിമിനേഷനിൽ ശൈത്യ എഗെയിൻ വരികയാണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, എഗെയിൻ ശൈത്യ ഉണ്ട് എലിമിനേഷനിൽ. പിന്നെ അനുമോള്, അക്ബർ, ഒനീൽ, അനുമോൾക്കും അക്ബറിനും ഒനീലിനും 3 വോട്ട് വെച്ചുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇവർ 3 പേരും ഉറപ്പായിട്ടും വരും. ഇവർ 3 പേരും വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെന, സരിക, ഷാനവാസ്, ഇവർക്ക് 3 പേർക്കും 2 വോട്ട് വെച്ച്. അപ്പോൾ
സേഫ് ആകാൻ ചാൻസ് ഉള്ളത് ഒറ്റ വോട്ട് കിട്ടിയിട്ടുള്ള ഒരൊറ്റ നോമിനേഷൻ വന്നിട്ടുള്ള ജിസേല്, രേണു സുധി, നെവിൻ, ആദില നൂറ, ബിന്നി. ഇവർക്ക് ബിന്നി, അഭിലാഷ്, ഈ അഭിലാഷ് ഇത്രയും പേർക്ക് ഒരു നോമിനേഷൻ വെച്ചേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ നോമിനേഷന് വരാൻ സാധ്യതയുള്ളത് ഷാരിക KB, ശരത്തപ്പാനി, ശൈത്യ, അനുമോള്, അക്ബർ, ഒനീല്, റെന, സരിക, ഷാനവാസ്. ഏതായാലും റെന, ഫാത്തിമ അതുപോലെ ശൈത്യ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇത്തവണ എന്തായാലും എവിക്റ്റ് ആകാനുള്ള ഒരു യോഗമുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ശരി, നോമിനേഷൻ ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്തായാലും കമൻ്റ് ആയിട്ട് പറയാം. കാരണം ഓരോ വ്യക്തികൾ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു, എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഞാൻ എന്തായാലും റിപ്ലൈ തരും. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.